സിനാനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും സീറ്റ് ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ഞാനൊന്നുകൂടി മുഹമ്മദ് സിനാനിലേക്ക് പോയാൽ, സിനാൻ, ഇത് സിനാനിൻ്റെ ഒറ്റപ്പെട്ടൊരു കാര്യം മാത്രമാണോ? സിനാൻ്റെ വിദ്യാർത്ഥികളിൽ പലർക്കും, സുഹൃത്തുക്കളിൽ പലർക്കും ഇതേ അവസ്ഥ തന്നെയാണോ ഉള്ളത്? ഇത് എനിക്ക് മാത്രമുള്ള അവസ്ഥ ആയിരുന്നില്ല. ഞാൻ പഠിച്ച ട്യൂഷൻ സെൻ്ററിൽ കുറേ കുട്ടികൾക്ക് ഇതുപോലെ കിട്ടാതായിട്ടുണ്ട്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് A+ ഉള്ളവർക്കൊക്കെ കിട്ടാതായിട്ടുണ്ട്. അത് മുഴുവൻ A+ ഉള്ളവർക്കും കിട്ടാതായിട്ടുണ്ടോ സിനാൻ? ഫുൾ A+ ഉണ്ടായിട്ടും കിട്ടാത്തവരായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. പക്ഷെ 9A+ ഒരു Aയും കിട്ടിയിട്ടൊക്കെ സീറ്റ് 3rd അലോട്ട്മെന്റിൽ പോലും സീറ്റ് കിട്ടാത്തവർ എൻ്റെ അറിവിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. ഈ 9A+ഉം Aയും ഒക്കെ കിട്ടിയപ്പോൾ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ ആദ്യം? ആദ്യമൊക്കെ നല്ലോണം പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ട്രയലിൽ വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റിൽ വരുന്നു. ഫസ്റ്റിൽ വരാതായപ്പോൾ പിന്നെ 2nd 3rd ഉണ്ടല്ലോ ഒന്ന് ആശ്വസിച്ച് വന്ന്. 2nd കിട്ടിയില്ല, പിന്നെ 3rd കിട്ടാതായപ്പോൾ പിന്നെ ഉള്ള പ്രതീക്ഷ മൊത്തം പോയി. സിനാൻ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചത്? ഞാൻ SSLCൻ്റെ മുമ്പേ ഞാൻ ഫിക്സ് ചെയ്തായിരുന്നു +1 എനിക്ക് എങ്ങനെയാലും സയൻസ് എടുക്കണമെന്ന്. അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ സയൻസ് എടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. ഈ സയൻസ് വിഷയങ്ങൾക്കെല്ലാം A+ ഉണ്ടായിരുന്നോ മുഹമ്മദ് സിനാന് 10ാം ക്ലാസ്സിൽ? ഉണ്ടായിരുന്നു. ഹിന്ദിക്ക് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയില്ലാതെ A+ ആയിരുന്നു. എത്ര കിലോമീറ്റർ ദൂരം പോയി പഠിക്കാൻ തയ്യാറായിരുന്നു? കാര്യം 7 സ്കൂളുകൾ അപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്ര ദൂരം വരെ പോയി പഠിക്കാൻ മുഹമ്മദ് സിനാൻ തയ്യാറായിരുന്നു? ഞാൻ അടുത്തുള്ള സ്കൂളിലൊക്കെ കൊടുത്തു നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ലോങ്ങിലേക്ക്, എൻ്റെ വീട് ഇവിടെ തെയ്യാലാണ്. അത് പിന്നെ ഞാൻ തിരൂര് ഭാഗത്തേക്ക് അവിടെ വരെ അത്ര ലോങ്ങിലൊക്കെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരുന്നു. എത്ര ദൂരമുണ്ട് വീട്ടിൽ നിന്ന് തിരൂരേക്ക്? തിരൂരിലേക്കൊരു 13-14 ഉണ്ടാവുന്നതാണ്. എന്നിട്ടും കിട്ടിയില്ല? 13-14 കിലോമീറ്റർ ദൂരം പോയി പഠിക്കാമെന്ന് വെച്ചിട്ടും കിട്ടിയില്ല? കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യാനാണ് മുഹമ്മദ് സിനാൻ ആലോചിക്കുന്നത്? കാത്തിരിക്കുകയാണോ? നേരത്തെ നമ്മുടെ പ്രതിനിധി പറഞ്ഞതുപോലെ, മിനീഷ് പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ, ഇനി താൽക്കാലിക ബാച്ച് അനുവദിക്കാനുള്ള സാധ്യത, എന്താണ് പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് സിനാൻ? ഞാൻ അതിലൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കണില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള പ്രതീക്ഷയും പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3rd പോലും കിട്ടില്ലാണെങ്കിൽ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ് പൈസ കൊടുത്ത് പഠിക്കാമെന്ന്. ഇത്ര 9A+ ഒരു A ഉള്ള ഞാൻ എന്തിനിപ്പോൾ പൈസ കൊടുത്ത് പഠിക്കണം? എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ സീറ്റ് കിട്ടിക്കൂടെ? Debate with Arun Kumar.